PPT വിസിബിൾ ആണോ? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതെ സർ. വൺ ഓഫ് ദ ഇൻഡയറക്റ്റ് ടാക്സ് റിഫോംസ് ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളത്. ഓക്കെ, റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വിച്ച് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 2017 ജൂലൈ 1. ഓക്കെ, 2017 ജൂലൈ 1 ഈ കോൺസെപ്റ്റ് ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ആ ഡേറ്റ് വൺ ഓഫ് ദ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക ഡേറ്റ് എന്നുള്ളത്. ദെൻ നമുക്കറിയാം ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ വൺ ഓഫ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, സോ അതിനകത്ത് തന്നെ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. അതിനകത്ത് ഡയറക്റ്റ് ടാക്സിന്റെ ഏരിയ ആണ് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സസ് ദാറ്റ് ഈസ് അതിനകത്തുള്ള അപ്പെക്സ് ബോഡിയാണ് CBDT എന്ന് പറയുന്നത്. ഓക്കെ, ആ അപ്പെക്സ് ബോഡിനെ നമ്മൾ ഓർത്ത് വെക്കണം. സോ അത് പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഡയറക്റ്റ് ടാക്സിന്റെയും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിനും ഇതുപോലെ ഒരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. സോ CBDT ഹിയർ മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, CBDT. ഓക്കെ, ദെൻ ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് CBEC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റം. അതാണ് അതിന്റെ പ്രീവിയസ് നെയിം, ബട്ട് നൗ ഇറ്റ് ഈസ് നെയ്മഡ് ആസ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റം, CBIC. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടാക്സിന്റെ അപ്പലേറ്റ് അതോറിറ്റി ആണ് CBDT, ഇൻഡയറക്റ്റ് ടാക്സിന്റെ അപ്പലേറ്റ് അതോറിറ്റി ആണ് CBIC. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഈ ടേംസുകളൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. CBDT, CBIC, ദെൻ ഈ GST കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡേറ്റുകൾ. ഓക്കെ, so by the time means you can update the previous questions. So anyway, let us start with here goods and services tax, GST. Okay, so ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ദാറ്റ് ഈസ് ഇൻ ഫ്രാൻസ് ആണ് 1954. ഓക്കെ, 1954 ഫ്രാൻസിലാണ് ഈ ഒരു GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ ഇൻ ഇന്ത്യ ദിസ് കോൺസെപ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രപ്പോസ്ഡ് ഫസ്റ്റ് ഇൻ 2000 by Vajpayee government. Okay, സോ BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് വാജ്പേയി ഗവൺമെന്റ്. സോ 2000 ഓക്കെ, ഐ തിങ്ക് 98 to 2002 പീരിയഡിൽ NDA പ്രപ്പോസ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഹെഡഡ് ബൈ വാജ്പേയി. സോ അയാളുടെ ഭരണകാലത്ത് മീൻസ് നമ്മുടെ പ്രീവിയസ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വാജ്പേയിയുടെ ഭരണകാലത്ത് 2000 ഇങ്ങനത്തെ ഒരു GST എന്നുള്ള കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോളോ ത്രൂ ആയിട്ട് സോ ദ ബിൽ വാസ് പാസ്ഡ് ബൈ ദ രാജ്യസഭ ഓൺ 3rd August 2016. കോൺസെപ്റ്റ് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഗവൺമെന്റുകൾ മാറി വരുമ്പോൾ അതിനകത്ത് ഉള്ള ഇൻട്രസ്റ്റ് അവർക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും. പിന്നീടൊക്കെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഭരിച്ചത് 2002 ഓൺവേർഡ്സ്. ഓക്കെ, 2014 വരെ. പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 ഓൺവേർഡ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ സമയത്താണ് വീണ്ടും ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ട് ചിന്തിക്കുകയും ദെൻ ഫൈനലി ദാറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഓൺ ദ മിഡ്നൈറ്റ് ഓൺ 1st July 2017 ബൈ ദ President of India and the Prime Minister of India. Okay, that means both of them together announced the implementation of GST in 1st July 2017. Pranab Kumar Mukherjee and Narendra Modi. Okay, നമ്മളിന്റെ ഡേറ്റുകൾ ഓർത്ത് വെക്കണം. So the amended bill was passed by the Lok Sabha on 8th August 2016. ലോക്സഭ പാസ്സാക്കുന്നത് ആദ്യം അത് രാജ്യസഭയിൽ പാസ്സാക്കുന്നു, ദെൻ ലോക്സഭയിൽ പാസ്സാക്കുന്നു, ഫൈനലി പ്രസിഡന്റിന്റെ കൺസെന്റ് കിട്ടണം. ഇങ്ങനത്തെ കേസുകളൊക്കെ ആയതുകൊണ്ട് ത്രൂ ഔട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിന്റെയും ആ സ്റ്റേറ്റിനകത്ത് 2/3 മെജോറിറ്റിയിൽ റാറ്റിഫിക്കേഷൻ കിട്ടണം. അപ്പോഴാണ് നമുക്കതൊരു GST മീൻസ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് റിഫോംസ് എന്നുള്ള രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ബിക്കോസ് ടാക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, മ്യൂച്വലി ലിങ്ക് ചെയ്ത് കിടക്കുന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഔട്ട് ഓഫ് 29 എന്നുള്ള കോൺസെപ്റ്റ്സിനകത്ത് ഒരു 2/3 മെജോറിറ്റിയിൽ റാറ്റിഫിക്കേഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ റാറ്റിഫിക്കേഷൻ കിട്ടിയതിനു ശേഷമാണ് സോ GST ഫൈനലി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതാണ് ഇത്രയും ഡിലേ അതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന 2000 ആ സമയത്തൊക്കെ NDA ഭരിക്കുന്ന സ്റ്റേറ്റുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അത് അവരുടെ നിയമസഭകളിൽ അത് പാസ്സാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിന് 2/3 മെജോറിറ്റി കിട്ടുന്നത് 2016 ആ ഒരു പീരീഡിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ അതിനകത്ത് കിടക്കുന്നത്. സോ എനിവേ ഡേറ്റ് ഓർത്ത് വെക്കുക. Then President will give his consideration or assent to that bill on 8th September 2016. അതാണ് അതിൽ
മേജർ ഡേറ്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് അതൊരു പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്നുള്ള കോൺസെപ്റ്റ്സിൽ വരുന്നത്. ഓക്കെ, സോ അത് ഒഫീഷ്യലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 1st July 2017. ആ ഡേറ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത്, 1st July 2017. ഓക്കെ, ദെൻ അനദർ ക്വസ്റ്റ്യൻ ഇൻ ദിസ് ഏരിയ, ദാറ്റ് ഈസ് ദ അമെൻമെന്റ് ഓഫ് GST. എത്രാമത്തെ ബില്ലായിട്ടാണ് അമെൻമെന്റ് ചെയ്യുന്നത്? 101ാമത്തെ ബില്ല്. മീൻസ് പാർലമെന്റുകളിൽ ഇങ്ങനെയുള്ള ചേഞ്ചസുകൾ വരുന്ന സമയത്ത് അത് പാർലമെന്റിൽ പാസ്സാക്കി എടുക്കണം. ഒരു ബില്ലായിട്ട് അത് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 122nd ബില്ലായിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ബില്ലുകളും മീൻസ് ചർച്ചയ്ക്ക് ഇട്ടിട്ട് അത് പാസ്സായി വരണമെന്നില്ല. ചിലതൊക്കെ ചർച്ചയ്ക്കിടാതെ തന്നെ ഒഴിവാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം. സോ എനിവേ 122ാമത്തെ ബില്ലായിട്ടാണ് GST എന്ന് പറയുന്നത് പാർലമെന്റിൽ വരുന്നത്. പക്ഷെ അതിന് അമെൻമെന്റ് വരുന്നുണ്ട് 101ാമത്തെ ബില്ലായിട്ടാണ് അമെൻമെന്റ്. മീൻസ് അതിന്റെ ഇടയിലുള്ള 122 - 101 എന്ന് പറയുന്ന അത്രയും ബില്ലുകൾ അത് ലോ ആയിട്ട് വന്നിട്ടില്ല. മീൻസ് അത് പ്രത്യേക കൺസിഡറേഷനിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, എത്രാമത്തെ ബില്ലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതും ഓർത്ത് വെക്കുക. ദെൻ എത്രാമത്തെ അമെൻമെന്റ് ആണ്? അമെൻമെന്റ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് 101. ഓക്കെ, 101ാമത്തെ അമെൻമെന്റ് ആയിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഈ അമെൻമെന്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എണ്ണത്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഓവറോൾ പിക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അഡീഷൻസ് ഓഫ് ആർട്ടിക്കിൾസ്, അതായത് 101 അമെൻമെന്റ് ഭാഗമായിട്ട് അതിനകത്ത് ആഡ് ചെയ്ത ആർട്ടിക്കിളുകളാണ് 246A, അതുപോലെ തന്നെ 269A, അതുപോലെ തന്നെ 279A. ഇത്രയും ആർട്ടിക്കിൾസ് അതിനകത്ത് ആഡ് ചെയ്തു. ദെൻ ഡിലീഷൻ ഓഫ് ആർട്ടിക്കിൾസ് 268A ആണ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തത്. ദെൻ അമെൻമെന്റ് വരുത്തിയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ ഉണ്ട്. 248, 49, 250, 268, 269, 70, 71, 86, 366, 368. ദെൻ 6th ഷെഡ്യൂൾ, 7th ഷെഡ്യൂൾ. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് ടാക്സുകൾ ഉണ്ട്. വാറ്റ്, സർവീസ് ടാക്സ്, ലക്ഷറി ടാക്സ്, അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പല ടാക്സുകളും ഡിസ്കസ് ചെയ്ത് പോകുന്ന പല ആർട്ടിക്കിൾസുകളാണ് ഇതെല്ലാം. ഓക്കെ, അതുകൊണ്ടാണ് ചിലതിനകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്, ചിലതിനകത്ത് ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്, ചിലത് നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ആർട്ടിക്കിൾസിലൊന്നും അത്ര വലിയ കാര്യം ആക്കണ്ട, ബിക്കോസ് അത് എന്താ ഒരു ജനറൽ എക്സാം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ, മീൻസ് PSC എക്സാമിനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നെറ്റ് എക്സാമിലൊന്നും ആ ഒരു ആർട്ടിക്കിൾസ് അത്ര റെലവെന്റ് അല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, അതിനകത്ത് അമെൻമെന്റ് ഭാഗമായിട്ട് വി ക്യാൻ സീ സം ഓഫ് ദ അഡീഷൻസ്, deletions and changes. Okay, then GST replaces a lot of other indirect taxes and some of the direct taxes like VAT, service tax, luxury tax. അതിന്റെ ലിസ്റ്റ് നമുക്ക് സബ്സ്യൂം ചെയ്ത ടാക്സുകളുടെ ലിസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എനിവേ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്. അതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ ടാക്സ് പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ആൽക്കഹോൾ, പെട്രോൾ ആൻഡ് കുക്കിംഗ് ഗ്യാസ് ആർ എക്സംപ്റ്റഡ് ഐറ്റംസ് അണ്ടർ GST. ഓക്കെ, ഇപ്പൊ പലപ്പോഴും നമ്മൾ റേറ്റ്, ഇപ്പോൾ പെട്രോളിന്റെ റേറ്റ് കൂടുന്നു, അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസിന്റെ മീൻസ് LPG കണക്ഷൻ മീൻസ് അതിന്റെ റേറ്റ് കൂടുന്നു. ഓക്കെ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് പെട്രോൾ പ്രൈസ് എല്ലാ ദിവസവും കൂടുന്നുണ്ട്, പക്ഷെ ഗ്യാസിന്റെ റേറ്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൂടി. ഓക്കെ, I think 1000 more than 1000 per cylinder. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊന്നും ഈ ഒരു GST എന്നുള്ള ടാക്സ് റിഫോംസിന് ഉള്ളിൽ ഉൾപ്പെടാത്ത ഐറ്റംസ് ആണ്. അതുകൊണ്ട് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റിൽ കാണാവുന്ന ഐറ്റംസ് ആണ് ആൽക്കഹോള്, പെട്രോള്, കുക്കിംഗ് ഗ്യാസ്. ഓക്കെ, നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദ പെർവ്യൂ ഓഫ് GST. ഓക്കെ, അത് ഇപ്പോഴും പഴയ പടിയായിട്ടുള്ള ടാക്സ് തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടാക്സ് റേറ്റ്. ഇപ്പൊ നമ്മൾ പെട്രോളിന് ഇപ്പൊ 120 rupees കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഐ തിങ്ക് ഒരു 40 അല്ലെങ്കിൽ 50 rupees ആണ് എക്സാക്ട് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിന്റെ ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ അത് GSTയിലേക്ക് കൊണ്ടുവന്നാൽ ടാക്സ് റേറ്റ് ബേർഡൻ കുറയും എന്നുള്ളതൊക്കെയാണ് പുതിയ സജഷൻസ്. പക്ഷെ ഗവൺമെന്റ് ഒരിക്കലും അതിലേക്ക് ആ ഒരു ഡിസിഷനിലേക്ക് പോകുന്നില്ല, ബിക്കോസ് അവർക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ വൺ ഓഫ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ത്രൂ ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന് സപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് പെട്ടെന്ന് കഴിയില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡിസിഷനിലേക്ക് അവർ പോവാത്തത്. ഓർത്ത് വെക്കുക, വിച്ച് ആർ എക്സംപ്റ്റഡ് അണ്ടർ GST. Then GST rate is proposed to be 27%, which is far higher than the global standard of 16.4 for similar taxes. GST പ്രപ്പോസ് ചെയ്യുന്നത്, സോ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഹയസ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 28 ആണ്. 0 മുതൽ 28 വരെയുള്ള ടാക്സ് സ്ലാബുകൾ ഡിഫറെന്റ് പ്രൊഡക്റ്റുകളിൽ അതിനകത്ത് ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ബേസിക്കലി നമ്മൾ എപ്പോഴും എണ്ണാറ് 6%, 12, 18 ആൻഡ് 28. ഓക്കെ, അതിനകത്ത് പ്രപ്പോസ് ചെയ്തിരുന്നത് 27 ആണ്. ആ 27 എന്ന് പറയുന്നത് തന്നെ ഇന്റർനാഷണലി
ഗ്ലോബലി അതിനകത്തുള്ള ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ആണ് 16.4 എന്ന് പറയുന്നത്. അതിനേക്കാൾ എത്രയോ ഹയർ ആയിട്ടാണ് ഇന്ത്യയിൽ GST റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രത്തോളം ഹൈ റേറ്റ് ഇന്ത്യക്കകത്ത് GST ഇംപ്ലിമെന്റേഷൻ സമയത്ത് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലാണ് സെറ്റ് ചെയ്തത്, 28% ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹിയർ GST മീൻസ് ഇറ്റ് ഈസ് സർവീസസ് സോൾഡ് ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ. കൺസംഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് പേയ്മെന്റ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് കൺസംഷൻ നടക്കുന്ന സമയത്ത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ വാല്യൂ അഡീഷൻസ് വരികയും അതിന്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് GST. സോ അത് വിത്ത് എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് വാല്യൂ അഡീഷൻസ് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിയർ ആവും ആ സമയത്ത്. തിയറിറ്റിക്കലി ഇറ്റ് ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, so it is paid by customer. Usually all taxes are paid by the customers but is remitted to the government by the businessman. Okay, selling the goods and services. ആരാണോ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്, അത് തന്നെയാണ് ഇൻഡയറക്റ്റ് ടാക്സുകളുടെ കേസിലൊക്കെ ഇത്രയും കാലം നടന്നിട്ടുള്ളത്. ആരാണോ ഗുഡ്സ് ദാറ്റ് ഈസ് സോൾഡ് ടു ദ കസ്റ്റമർ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് സെല്ലർ വാങ്ങിക്കുന്നു, സെല്ലർ ഹി ക്യാൻ പേ ദാറ്റ് എമൗണ്ട് ടു ദ കൺസേൺഡ് ഗവൺമെന്റ്. ഓക്കെ, സിമിലർ പ്രാക്ടീസ് തന്നെയാണ് also applied in the case of GST. That means paid by the customers means ultimately entire tax burden എന്ന് പറയുന്നത് that comes under the head of the customers. Okay, so here also now change that is into the heads of the ultimate consumers. They can pay that amount to the businessman, that concerned businessman, he can pay that to the concerned government. Okay, so that is the procedure. Then here the business add the GST to the price of the product and the customer who buy the product pays the sales price plus GST. So say for example, വാങ്ങിക്കുന്നത് 50 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ സോ 50 രൂപ പ്ലസ് അതിന്റെ GST. ഓക്കെ, അതാണ് കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇവിടെ സെയിൽസ് പ്രൈസ് പ്ലസ് GST. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും പല സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ബില്ല് ചോദിച്ചാൽ നമുക്ക് അതിന്റെ കൂടെ നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് കോൺസെപ്റ്റ്സുകളാണ് CGST and SGST. Okay, means consumers അവർ പേ ചെയ്യുന്നുണ്ട് along with the selling price plus GST. So it is the portion that is collected by the business or seller and forwarded to the government. Okay, അപ്പൊ അത് കൺസേൺഡ് ബിസിനസ്മാന്റെ ഡ്യൂട്ടിയാണ് ഓരോ കടകളിലും GST നമ്പർ കാണത്തക്ക വിധത്തിൽ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ദെൻ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ദെൻ അവരുടെ ഷോപ്പിലൂടെ അല്ലെങ്കിൽ അവരുടെ ഡീലിങ്സിനകത്ത് ടാക്സ് വരുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് കൺസേൺഡ് ഗവൺമെന്റ്സിന് പേ ചെയ്യുക എന്നുള്ളത്. So it is the duty of that businessman. Okay, so that is the concept. Then France is the first country to implement GST in 1954. Okay, first concept ആണ് in globally അത് first time introduce ചെയ്യുന്നത് ഫ്രാൻസിലാണ്. Then GST, goods and service tax, is an indirect tax reform in India. അങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്, indirect tax reforms in India. So that is known as GST. So here we can see a single tax on supply of goods and services. Okay, ഒരു സിംഗിൾ ടാക്സ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ്. മുൻപുണ്ടായിരുന്ന വാല്യൂ ആഡ് ടാക്സ് ആണ് തൊട്ട് മുൻപുണ്ടായിരുന്ന. സോ ഓരോ സ്റ്റേജിലും വാല്യൂ ആഡ് ചെയ്യുന്ന മീൻസ് ഓരോ സ്റ്റേജിലും ടാക്സ് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ സിംഗിൾ ബേസ് ആയിട്ടാണ് GST കൺസിഡർ ചെയ്യുന്നത്, വൺ പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ GST സബ്സ്യൂംഡ് ടാക്സസ് ലൈക്ക് മീൻസ് നേരത്തെ പറഞ്ഞു സം ഓഫ് ദ ഇൻഡയറക്ട് ടാക്സസിന്റെ ഒരു ക്ലബിംഗ് ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്യൂം ചെയ്യുക മീൻസ് ആസ് എ പാർട്ട് ഓഫ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഡയറക്ട് ടാക്സസുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, മീൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടാക്സുകളാണ് സെൻട്രൽ എക്സൈസ് ലോ, സർവീസ് ടാക്സ്, ദെൻ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എൻട്രി ടാക്സ്, ദെൻ ഒക്ട്രോയ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒക്ട്രോയ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സുകളൊക്കെയാണ് അവിടെ സബ്സ്യൂം ചെയ്യപ്പെട്ടുള്ള some of the indirect taxes. So instead of this, at present we can follow goods and services tax. Okay, so it is one of the biggest indirect tax in the country. One of the biggest indirect tax reform ആണ് GST. നമുക്കറിയാം ഇത്രയും ഒരുപാട് ടാക്സുകൾ, ഇതൊന്നല്ല, ഒരു 10-15 ഓളം നമുക്ക് കൗണ്ട് ചെയ്യാവുന്ന ഐറ്റംസ് ഉണ്ട്. അല്ലാത്ത ചില്ലറ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് കോൺസെപ്റ്റ് ആണ് GST എന്ന് പറയുന്നത്. Okay, that is why it is the biggest indirect tax reform in India. Then it is expected to bring together the state economies and improve the overall economic growth of the nations. അവിടെ അതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ട് GSTയിൽ അവർ പറയുന്നതാണ് ടു ബ്രിങ് ടുഗദർ ദ സ്റ്റേറ്റ് എക്കോണമീസ്. ഓക്കെ, അതായത് ഡൊമസ്റ്റിക് കൺസംഷൻ എവിടെയാണോ നടക്കുന്നത് അവിടെയൊക്കെ ഇതിനകത്ത് ടാക്സ് കളക്ഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കിട്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണ്,
വി ക്യാൻ സി CGST ആൻഡ് SGST. സ്റ്റേറ്റ് ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ടും ടാക്സ് പേ ചെയ്യുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം 50-50% ആണ് ടാക്സ് ചാർജ് ചെയ്യുന്നത് ടു സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ടുഗദർ ആണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. മീൻസ് നാഷണൽ ഡെവലപ്മെന്റ് അലോങ് വിത്ത് കൺസേൺഡ് സ്റ്റേറ്റ്സ്, ആ ഒരു അപ്രോച്ചാണ് GSTയിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ GST നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും, ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും വെക്കുന്നത് ഇതാണ്: ടു ബ്രിങ് ടുഗദർ ദ സ്റ്റേറ്റ് എക്കോണമീസ് ആൻഡ് ഇംപ്രൂവ് ദ ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത്. മുൻപുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റംസ് എന്ന് പറയുന്നത് എവിടെയാണോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കൂടുതലുള്ളത് അങ്ങനെയുള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. അല്ലാത്ത കൺസംഷൻ, ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ഒരു കൺസ്യൂമഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, കൂടുതൽ കൺസംഷൻ നടക്കുന്ന സ്റ്റേറ്റ് ആണ്. വിത്ത് അവിടെ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊന്നും കൂടുതലായിട്ടും വരുന്നില്ല കേരളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റേറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് വളരെ ലീസ്റ്റ് ആണ്. പക്ഷെ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള സ്റ്റേറ്റുകൾക്ക് ഈ ഗ്രോത്ത് ഹൈ ആയിരിക്കും. ആ ഒരു ഡിസിക്ലിബ്രിയം അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. മീൻസ് ബോത്ത് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഇക്കോണമി കംസ് ടുഗദർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് GSTയിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഓക്കെ, സോ സർട്ടൺ എക്സ്റ്റെന്റ് അത് തന്നെയാണ് പ്രാക്ടിക്കലി അത് വരുന്നതും. ഓക്കെ, ദെൻ GST ഇസ് എ കോംപ്രിഹെൻസീവ് ഇൻഡയറക്റ്റ് ടാക്സ് ലെവീഡ് ഓൺ മാനുഫാക്ചറർ, സെയിൽ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസസ് അറ്റ് ദ നാഷണൽ ലെവൽ. സോ അതാണ് വൺ ഓഫ് ദ മീനിങ് ഓഫ് GST എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് എന്ന് പറയാനുള്ള കാരണം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡയറക്റ്റ് ടാക്സസ്. അതെല്ലാം സബ്സ്യൂം ചെയ്ത് മെർജ് ചെയ്തിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഈസ് ലെവീഡ് ഓൺ മാനുഫാക്ചറർ, ദെൻ സെയിൽസ് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസസ് അറ്റ് ദ നാഷണൽ ലെവൽ. നാഷണൽ ലെവലിൽ ഗുഡ്സ് ഓർ സർവീസ് കൺസ്യൂം ചെയ്യുമ്പോൾ, സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തൊക്കെ വി ക്യാൻ ലെവി ടാക്സസ്, ദാറ്റ് ഈസ് നോൺ ആസ് GST. So it will replace all the indirect taxes levied on goods and services by state and central. സെൻട്രൽ ഗവൺമെന്റിന് സം ഓഫ് ദ ടാക്സ് റിഫോംസ് അല്ലെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെപ്പറേറ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈവൻ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. ഒക്ട്രോയ് ഹിയർ മീൻസ് നമ്മളൊരു കോർപ്പറേഷൻ പരിധിയിലേക്ക് എൻട്രി ചെയ്യുക. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ആണ്. ഓക്കെ, പഴയ കാലത്ത് നിങ്ങൾ ഫറൂഖ് അവിടെ കാണാൻ പറ്റും ഒരു ചെക്ക് പോസ്റ്റ്. അവിടെ ആ കൺസേൺഡ് കോർപ്പറേഷൻ പരിധിയിലേക്ക് നമ്മൾ ഗുഡ്സ് കൊണ്ടുവരുന്ന സമയത്ത് അവർ സെർട്ടൺ ടാക്സ് ചാർജ് ചെയ്തിരുന്നു. ആ കോൺസെപ്റ്റ് ആണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ കോർപ്പറേറ്റ് സെക്ടർ മീൻസ് നഗരസഭകൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക്, ദെൻ അതുപോലെ തന്നെ കൺസേൺഡ് സ്റ്റേറ്റുകൾക്ക്, ദെൻ കൺസേൺഡ് സെൻട്രൽ ഗവൺമെന്റിനൊക്കെ സെപ്പറേറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടെ റീപ്ലേസ് ചെയ്തിട്ടാണ് GST ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ ബിസിനസ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ, GST നമ്പർ. ഓക്കെ, ഇൻ എവറി സ്റ്റേറ്റ് ബൈ ദ സ്റ്റേറ്റ് ദേ ആർ രജിസ്റ്റേർഡ്. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ നിങ്ങൾ പല കടകളിലും നിങ്ങൾ കയറുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഐ തിങ്ക് 15 ഡിജിറ്റ്സ് ഉള്ള ആൽഫ ന്യൂമറിക് രജിസ്ട്രേഷൻ കോഡ്. ഓക്കെ, സോ 3232 ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് കേരള സ്റ്റേറ്റ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് 32 എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു GST രജിസ്ട്രേഷൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ ബിസിനസ്സുകൾ രജിസ്ട്രേഷൻ അക്വയർ ചെയ്തിരിക്കണം. ദെൻ ടാക്സ് ഈസ് കളക്ടഡ് ബൈ ദ സ്റ്റേറ്റ് വേർ ഗുഡ്സ് ആർ കൺസ്യൂംഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എവിടെയാണോ ഗുഡ്സ് കൺസംഷൻ നടക്കുന്നത് അവിടെയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പറഞ്ഞിരുന്നത് കേരളം പോലെയുള്ള കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കൺസംഷൻ പാറ്റേൺ ഉള്ള സ്റ്റേറ്റുകൾക്ക് അതൊരു പോസിറ്റീവ് ആസ്പെക്ട് ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണെന്നാണ് ഇതിന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ആ സമയത്തൊക്കെ വന്നിരുന്നത്. ഹൗ ഫാർ ഇറ്റ് ഈസ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ എനിവേ സ്റ്റേറ്റ്സ് വേർ ഗുഡ്സ് ആർ കൺസ്യൂംഡ്, ആ ഒരു സ്റ്റേറ്റിനകത്താണ് അതിന്റെ ചാർജിങ് വരുന്നത്, ലെവി വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ്. ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വാട്ട് ഈസ് GST എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് that is levied on a very value addition. So that is the concept of GST. Okay, comprehensive, I said earlier, it consists of different things. Then multi-stage. Okay, different stagesകളിലായിട്ടാണ് അതിന്റെ സ്ലാബ് റേറ്റ് കിടക്കുന്നത്. 5%, 12%, then 18% and 28%. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള മൾട്ടി സ്റ്റേറ്റ്സ് അത് ഓരോ പ്രൊഡക്റ്റ് GST കൗൺസിലാണ് ഓരോന്നിനും എത്രയാണ് ടാക്സ് റേറ്റ് ചാർജ് ചെയ്യേണ്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന GST കൗൺസിൽ മീറ്റിൽ വന്നിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ടെക്സ്റ്റൈൽസിനൊക്കെ 12% ടാക്സ് ചാർജ് ചെയ്യണം എന്നുള്ള ഒരു സജഷൻ. ഓക്കെ, അങ്ങനെ ഡിപ്പെൻസ് ഓൺ
GST കൗൺസിൽ ഇതിന്റെ റേറ്റുകൾ റിവൈസ് ചെയ്യാറുണ്ട്. ദെൻ ഡെസ്റ്റിനേഷൻ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞു, വേർ ദ കൺസംഷൻ, ഓക്കെ, വേർ ഇസ് ദ കൺസംഷൻ ഒക്കേർഡ്, അവിടെയാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ സി എവറി വാല്യൂ അഡീഷൻസിനകത്ത് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അതാണ് GST എന്ന് പറയുന്ന ഒരു ഓവറോൾ മീനിങ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് consumption tax that is levied on every value additions. Okay, so these are the things related with as an introductory part of GST, goods and services tax. Then let us move to the objectives of GST. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ, GST, goods and service taxന്റെ objectives? First one, ensuring the cascading effect of the tax on tax will be eliminated. അപ്പോൾ കാസ്കാഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് ടാക്സ് ഓൺ ടാക്സ് ആണ്. അപ്പോൾ പ്രീവിയസ് കോൺസെപ്റ്റ്സുകൾക്കൊക്കെ വൺസ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന ആ ടാക്സ് എമൗണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫർദർ അതിന്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വാല്യൂ ആഡ് ടാക്സിനകത്ത്, വാറ്റിനകത്ത് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് റീറ്റെയിലർ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ടാക്സ് പേ ചെയ്ത എമൗണ്ടും കൂടെ കൂട്ടിയിട്ടാണ് റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ റീറ്റെയിലർ ഓൾറെഡി പേ ചെയ്ത ടാക്സ് എമൗണ്ടിന് മുകളിൽ കൺസ്യൂമർ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് കാസ്കാഡിംഗ് എഫക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇഫക്റ്റ് GSTയിലൂടെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാല്യൂ അഡീഷൻസ്, കൺസേൺഡ് ഗുഡ്സിൽ വാല്യൂ അഡീഷൻസ് ഇതിനകത്ത് വരുന്ന ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ പാർട്ടീസ് നടത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ റീറ്റെയിലർ ഇതിനകത്ത് എന്തെങ്കിലും, ഈ പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും വാല്യൂ അഡീഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വാല്യൂ അഡീഷന് മുകളിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. നേരത്തെ അയാൾ ഹോൾസെയിലർക്ക് കൊടുത്ത ടാക്സ് എമൗണ്ടിന് മുകളിൽ ടാക്സ് ചാർജ് ചെയ്യേണ്ട. ഓക്കെ, ആ ഒരു ഇഫക്റ്റിനെയാണ്, ടാക്സ് ഓൺ ടാക്സ് വരുന്ന ഇഫക്റ്റിനെയാണ് കാസ്കാഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി എലിമിനേറ്റഡ് ബൈ the implementation of GST. Then next one, improving the competitiveness of original goods and service, thereby improving the GDP rate. So competitiveness, original goodsകളുടെ അല്ലെങ്കിൽ സർവീസസിന്റെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു ഒറിജിനൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് മാത്രമാണ്, മീൻസ് എല്ലാ പ്രൊഡക്റ്റുകളും ഇതിന്റെ ഈ ഒരു GSTയുടെ പരിധിയിൽ വരുന്നുണ്ട് ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ ഗുഡ്സുകളും ആ പരിധിയിൽ വരുന്നത് കൊണ്ട് അൾട്ടിമേറ്റ്ലി കൺസ്യൂമേഴ്സ് എടുക്കുക ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളായിരിക്കാം. സോ അതുകൊണ്ട് അവിടെ കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ത്രൂ ദാറ്റ് എല്ലാവരും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് പോവുകയും, മീൻസ് അവിടെ റേറ്റ് കുറയും, അതുകൊണ്ടാണ് ക്വാളിറ്റി പ്രൊഡക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അതുമൂലം GDP റേറ്റ് ഇൻക്രീസ് ചെയ്യും. മീൻസ് കൂടുതൽ ടാക്സ് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സർക്കുലേഷൻ എക്കണോമിയിൽ വരുന്ന സമയത്ത് വി ക്യാൻ സി GDP റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്. ഓക്കെ, then third one, ensuring the availability of input credit across the value chain. So input credit, input tax credit tax, ITC, input tax credit, a concept separated നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണെന്നുള്ളത്. സോ എനിവേ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മൾ റീറ്റെയിലർ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ടാക്സ് കൊടുക്കുന്ന ആ എമൗണ്ടിൽ നിന്നും ആദ്യം ഈ റീറ്റെയിലർ കൊടുത്ത എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, ആ ഒരു പ്രാക്ടീസ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ആ കോൺസെപ്റ്റ് വരുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ഇട്ട് പറയാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, റീറ്റെയിലർ ഹോൾസെയിലർ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് റീറ്റെയിലർ ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് കൺസ്യൂമർ ഈ ഗുഡ്സ് കൺസ്യൂമർക്ക് വിൽക്കുമ്പോൾ കൺസ്യൂമർ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ റീറ്റെയിലർ ടാക്സ് കൊടുത്തത് ഒരു 5 രൂപയാണ്. ഓക്കെ, ദെൻ റീറ്റെയിലർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നത് 8 രൂപയാണ്. അപ്പൊ 8 രൂപ കൺസ്യൂമർ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 5 രൂപ ഓൾറെഡി ഹോൾസെയിലർക്ക് ടാക്സ് ആയിട്ട് റീറ്റെയിലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള ഈ 3 rupees ആണ് ശരിക്കും റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, ഗവൺമെന്റിലേക്ക് അടക്കേണ്ടത്. ഓക്കെ, ബാക്കി 5 രൂപ ഓൾറെഡി ആൾ കൊടുത്തത് ഈ 8ൽ നിന്ന് കുറക്കാം. അതാണ് കോൺസെപ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, ആ ഒരു ഫെസിലിറ്റി ത്രൂ ഔട്ട് ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ്. ഓക്കെ, ദെൻ റെഡ്യൂസിങ് ദ കോംപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസസ്. ഇപ്പൊ GST എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വന്ന കോൺസെപ്റ്റ്സ് ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. സോ ഇറ്റ് റെഡ്യൂസ് ദ കോംപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസസ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടീസിൽ വരുന്ന കംപ്ലയൻസുകളൊക്കെ ഒരു സർട്ടൺ എക്സ്റ്റെന്റ് റെഡ്യൂസ് ചെയ്യാൻ GSTയിലൂടെ സാധ്യമാണ്. ഓക്കെ, then making a unified law involving all tax bases, law and administration procedure across the country. So നേരത്തെ പറഞ്ഞു
സിംഗിൾ ടാക്സ് ബേസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഒരു ടാക്സ് എന്നുള്ള രീതിയിലാണ് GST. അതിന്റെ #ടാഗ് തന്നെ അതായിരുന്നു വൺ നാഷൻ വൺ ടാക്സ്. ഓക്കെ, അപ്പം ബാക്കി എല്ലാ പ്രൊസീജിയറുകളും അല്ലെങ്കിൽ ടാക്സ് ബേസ്, ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ ത്രൂഔട്ട് ദ കൺട്രി അതിനെയൊക്കെ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് GST-യിലൂടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അനദർ വൺ, ഡിക്രീസ് ദ അൺഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് ദ സ്റ്റേറ്റ്സ് ഡ്യൂ ടു ടാക്സസ് ആൻഡ് റവന്യൂസ്. അപ്പോൾ ഡിക്രീസ് അൺഹെൽത്തി കോമ്പറ്റീഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ അവിടെയാണ് കൂടുതൽ റവന്യൂ കിട്ടിയിരുന്നത്, ടാക്സ് കിട്ടിയിരുന്നത്. ഓക്കെ, പക്ഷെ GST വന്ന സമയത്ത് എവിടെയാണോ കൺസംഷൻ നടക്കുന്നത് അവിടെയാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അവിടെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, പ്രീവിയസ്ലി ഗോൾഡിന് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതലും തമിഴ്നാട്ടിൽ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ജില്ലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ഗോൾഡിന്റെ ആ ഒരു കൺസംഷൻ എന്ന് പറയുന്ന സമയത്ത്, നമ്മൾ മാരേജ് ഒക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത്, സോ കേരളീസ് അവർ കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ പോയിട്ടാണ് അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നത്. ബിക്കോസ് അവിടെ ടാക്സ് റേറ്റ് കുറവാണ് ഗോൾഡിന്. കേരളത്തിൽ ആ സമയത്ത് ടാക്സ് റേറ്റ് കൂടുതലാണ്. അപ്പൊ ആ ഒരു ടാക്സ് റേറ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് അവിടെ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ദീസ് ടു സ്റ്റേറ്റ്സ്. ഓക്കെ, പക്ഷേ GST വന്ന സമയത്ത് കേരളത്തിലും സെയിം റേറ്റ് ആണ്, തമിഴ്നാട്ടിലും സെയിം റേറ്റ് ആണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് ചാർജും കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു പ്രാക്ടീസസിലൂടെ, അതായത് കോമൺ ബേസിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ദെൻ റെഡ്യൂസിങ് ദ ടാക്സ് സ്ലാബ് റേറ്റ് ടു അവോയ്ഡ് ഫർദർ ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ. ടാക്സ് സ്ലാബ് റേറ്റുകൾ ഇപ്പൊ GSTക്ക് അകത്ത് അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 28% വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, 18% വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, അത് ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അവർക്ക് വേണമെങ്കിൽ GST കൗൺസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, അതാണ് GST കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അതിനകത്ത് ഡിസിഷൻസ് എടുത്തിട്ട്, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്മാച്ച് ഒക്കെ വരാം, അന്നേരം വോട്ടിങ്ങിനൊക്കെ ഇട്ടിട്ടാണ് അത് ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത്. സോ എനിവേ അവർക്കത് റേറ്റുകൾ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അവരാണ് സെറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർലി അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ദെൻ എലിമിനേഷൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് അത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്തുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് GST കൗൺസിലാണ്. സോ അങ്ങനെയുള്ള എലിമിനേഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ് ത്രൂ GST അത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡിഫറെന്റ് എന്താ പറയുക ക്ലാസിഫിക്കേഷൻ കോഡുകളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ് ആൻഡ് ഓട്ടോമേറ്റഡ് കംപ്ലൈൻസ് ത്രൂ ഔട്ട് ദ കൺട്രി സെയിം റേറ്റ് ആണ്. അതുപോലെ തന്നെ കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് അത് സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്തുള്ളത്. ദെൻ ഹാർമോണൈസേഷൻ ഓഫ് ടാക്സ് ബേസ്. സോ ഹിയർ ടാക്സ് ബേസ്, ലോ അഡ്മിനിസ്ട്രേഷൻ ത്രൂ ഔട്ട് ദ കൺട്രി അതൊരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. മീൻസ് അതിനകത്തൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിലും തമിഴ്നാട്ടിലും ഗോൾഡിന്റെ റേറ്റ് സെയിം ആണ്. ഓക്കെ, പിന്നെ അവിടെ പ്രത്യേകിച്ച് കോമ്പറ്റീഷന്റെ ആവശ്യമില്ല, അവിടെ ഒരു ഹാർമോണി റിലേഷൻഷിപ്പ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അക്രോസ് ദ കൺട്രി. ഓക്കെ, ഇന്ത്യക്ക് അകത്ത് എവിടെയും ഗുഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം വിത്തൗട്ട് എനി അഡീഷണൽ ടാക്സ്. ടാക്സ് എവിടെ മാത്രമേ ചാർജ് ചെയ്യുള്ളൂ, ഓൺലി ദ കൺസംഷൻ സ്റ്റേജ്. മഹാരാഷ്ട്രയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് ഫ്രീ ആയിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലൂടെയൊക്കെ കടത്തി കൊണ്ടുവരാം. ഓക്കെ, പ്രീവിയസ്ലി അതിന് ഓരോ സ്റ്റേറ്റ് കയറുമ്പോഴും സെപ്പറേറ്റ് ടാക്സ് അതായത് സ്റ്റേറ്റുകൾക്ക് കൊടുക്കണമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അക്രോസ് ദ കൺട്രി. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ്സ് ഓഫ് GST. ദെൻ ഒബ്ജക്റ്റീവ്സുകൾ ഓർത്ത് വെക്കുക, കാസ്കാഡിംഗ് എഫക്ട് എലിമിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് റെഡ്യൂസ് ചെയ്യും. ദെൻ ഫ്രീ മൂവ്മെന്റ് ആണ് ഗുഡ്സിനകത്തുള്ളത്. ദെൻ സ്ലാബ് റേറ്റുകൾക്ക് ഒരു യൂണിഫോമിറ്റി വരുന്നുണ്ട്, കംപ്ലയൻസുകളൊക്കെ ഒരു സർട്ടൺ എക്സ്റ്റെന്റ് റെഡ്യൂസ് ചെയ്യാം. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി എൻഷുർ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സുകളാണ്, അല്ലെങ്കിൽ അതിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് GST ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ.